ശ്ലോകം 8. ദൃഷ്ട്വാ ത്വാം, ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ കണ്ടിട്ട്, ഹൃഷ്ടരോമാഹ, വെള്ളത്തിലാണ് കിടക്കണമെങ്കിലും ആ രോമാഞ്ചമുണ്ടായി. അതാണ് ഹൃഷ്ടരോമാഹ ദുരിതമുപഗത, വേഗം ആ ഉണ്ണിയുടെ അടുത്തേക്ക് നീന്തി. എന്തിന്? സ്പൃഷ്ടുകാമോ മുനീന്ദ്ര, മുനിമാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആ മാർക്കണ്ഡേയൻ ആ ഉണ്ണി ഒന്ന് തൊടണം. സ്പൃഷ്ടുകാമ, അടുത്തേക്കെത്തി. ശ്വാസേന അന്തർനിവിഷ്ട, ഉണ്ണിയുടെ ഉള്ളിലേക്കുള്ള ശ്വാസത്തിലൂടെ ഉള്ളിൽ പോയി. ശ്വാസേന അന്തർനിവിഷ്ട, ഉള്ളിൽ പ്രവേശിച്ചു. പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം, ഭഗവാന്റെ ഉദരത്തിൽ എന്താണ്? ഈ ബ്രഹ്മാണ്ടം മുഴുവൻ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. പ്രളയമാണ് വന്നിരിക്കുന്നത്. പ്രളയത്തിൽ എല്ലാം ഭഗവാന്റെ ഉദരത്തിലേക്ക് വരുന്നു, ബ്രഹ്മാവടക്കം. വിഷ്ടപൗഖം, സകല ലോകങ്ങളും. അതാണ് ജീവന്മാർ മാത്രമല്ല, വിഷ്ടഭ ഓഖം, സകല ലോകങ്ങളും. അപ്പോൾ ഒരു ബ്രഹ്മാണ്ടത്തിൽ 14 ലോകങ്ങൾ. അങ്ങനെ അനന്തകോടി ബ്രഹ്മാണ്ടത്തിലെ സകല ലോകങ്ങളും എല്ലാ ജീവാത്മാക്കളും അവരുടെ സൂക്ഷ്മ ശരീരം വന്നു. അതാണ് വിഷ്ടപൗഖം. ദൃഷ്ടവാൻ വിഷ്ടപൗഖം, അതെല്ലാം കണ്ടു. പിന്നെയോ ഭഗവാൻ ശ്വാസം പുറത്തേക്ക് വിട്ടതായ സമയത്ത് ഭൂയോവി ശ്വാസവാതൈഹി ബഹി അനുപതിത, ശ്വാസം പുറത്തേക്ക് വിട്ടതായ സമയത്ത് ആ നാസാരന്ധ്രത്തിലൂടെ പുറത്ത് വന്ന വീഴുകയുണ്ടായി. ബഹിഹി അനുപതിത വീക്ഷിത ത്വൽകടാക്ഷൈ, അങ്ങനെ വെള്ളത്തിൽ വന്നു. നോക്കിയപ്പോൾ ഉണ്ണി തന്നെ നോക്കി ചിരിക്കണു. വീക്ഷിത ത്വൽകടാക്ഷൈ മോദാത് ആശ്ലേഷ്ടുകാമഹ, അപ്പോൾ എന്തെന്നില്ല സന്തോഷം തോന്നി. ഭഗവാൻ തന്നെ നോക്കി ചിരിക്കണു. അപ്പോൾ സന്തോഷത്തോടെ ആശ്ലേഷ്ടുകാമഹ, ഒന്ന് ആലിംഗനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ അടുത്തേക്ക് പോയി കൈ അങ്ങോട്ട് കാണിക്കലും. ത്വയി പിഹിതതനവും, ഭഗവാൻ തൻ്റെ ആ ശരീരത്തിനെ മറച്ചു. ഈ കാണുന്നതായ പ്രളയത്തിനെ മറച്ചു. ഒന്നുമില്ല അവിടെ. പിന്നെ എന്താ ഉള്ളത്? സ്വാശ്രമേ പ്രാഗ്വദാസിൽ, തൻ്റെ ആശ്രമത്തിൽ പ്രാഗ്വത്, മുമ്പ് എങ്ങനെ ഇരുന്നുവോ അതുപോലെ ഇരിക്കണു. മേഘങ്ങളെല്ലാം ഇളകി മറിഞ്ഞുവെന്നും കാറ്റത്ത് ആനയുടെ തുമ്പിക്കൈ പോലെ വെള്ളം അങ്ങനെ താഴത്തേക്ക് വീണുവെന്നും 7 സമുദ്രങ്ങളും നിറഞ്ഞ് ഭൂമി മുഴുവൻ മുക്കിയെന്നും താൻ കോടി വർഷത്തോളം ആ വെള്ളത്തിൽ നീന്തിയെന്നും ഉണ്ണിയെ കണ്ട് ഉണ്ണിയെ ഒന്ന് ആലിംഗനം ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് പോയപ്പോൾ ഉള്ളിൽ പോയി. ഭഗവാന്റെ ഉദരത്തിൽ സകല ലോകങ്ങളെയും കണ്ടു. അവിടുന്ന് പുറത്തു വന്നായ സമയത്ത് ഒന്നാലിംഗനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എല്ലാം മാറി. ഇതാണ് മായ. ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്നത്. അങ്ങനെ മായയെ കാണുകയുണ്ടായി. മായയെ കാണുന്നതാണ് മഹർഷിയുടെ ആഗ്രഹം, അല്ലേ? അങ്ങനെ മായയെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല.
ഈ വിധത്തിൽ അനുഭവത്തിലൂടെ മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അങ്ങനെ അനുഭവത്തിലൂടെ മാർക്കണ്ഡേയ മഹർഷിക്ക് മായയെ കാണിച്ചു കൊടുത്തു. ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും ഈ വിധത്തിൽ പല അനുഭവങ്ങളിലൂടെ മായയെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതായ പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്ന് ഉപനിഷത്തുകൾ എല്ലാം എടുത്തെടുത്തു പറയണു. അതിനെ അജ്ഞാനികളായി നമുക്ക് വേണ്ടി പുരാണങ്ങളിൽ അതൊരു വീണ്ടും വ്യക്തമായി പറയുന്നു. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇല്ലാത്ത പ്രപഞ്ചത്തിനെയാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊരു ശരീരമാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് മായാനിർമ്മിതമാണ്, ജഡമായിട്ടുള്ളതാണ്. ആ ശരീരത്തിന് ചൈതന്യമായിരിക്കുന്ന ഈ ബ്രഹ്മം പ്രവർത്തിപ്പിച്ച് നമ്മുടെ ജന്മം മുതൽ മരണം വരെ കൊണ്ടുപോകുന്നു. ഈ കാണുന്നതായ പ്രപഞ്ചമോ അതിലുള്ളതായ വസ്തുക്കളോ കർമ്മങ്ങളോ ഒന്നുമില്ലാത്തതാണ്. ഈ അറിവാണ് നമ്മൾ നേടേണ്ടത്. ഇതെല്ലാം വെറും ഭ്രമം മാത്രം. സ്വപ്നതുല്യം സഖേ, രാമൻ ലക്ഷ്മണന് ഉപദേശിക്കുന്നതാണ്. ലക്ഷ്മണന് മോക്ഷമാർഗത്തെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു വിശദമായിട്ട് മോക്ഷമാർഗം പറഞ്ഞു. എന്നിട്ട് ഒടുവിൽ പറഞ്ഞതാണ് സ്വപ്നതുല്യം സഖേ. ഇതെല്ലാം വെറും സ്വപ്നതുല്യമാണ്, വാസ്തവത്തിൽ ഒന്നുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത് സ്വപ്നമാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ മായയെ മാറ്റി നിർത്തണം. മായയാണ് ഈ വിധത്തിൽ നമ്മെ ഭ്രമിപ്പിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. എത്ര വ്യക്തമായിട്ട് പറഞ്ഞു. തൻ്റെ മായ കൊണ്ടാണ് ഒരു യന്ത്രത്തിൽ കയറ്റിയതുപോലെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കണു. ഇത് നിറങ്ങാൻ നമ്മൾ ശ്രമിക്കണം. അടുത്ത ശ്ലോകത്തിൽ പറയണ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ഹേ അർജുന, എല്ലാ പ്രകാരത്തിലും ആ ഭഗവാനെ ശരണം പ്രാപിക്കൂ. അദ്ദേഹമാണ് ഈ മായയെ പ്രവർത്തിപ്പിക്കുന്നത്. തത്പ്രസാദാൽ പരാം ശാന്തിം, പരമമായ ശാന്തിയെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. എന്താ ശാന്തി? ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അഹം ബ്രഹ്മാസ്മി. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യമാണ് ബ്രഹ്മം. ഞാനത് തന്നെ. അഹം ബ്രഹ്മാസ്മി. എന്നിൽ നിന്ന് അന്യമായിട്ട് എന്തെല്ലാം ഇവിടെ കാണുന്നുവോ എല്ലാം വെറും ഭ്രമം. സ്വപ്നതുല്യം സഖേ. ഈ സ്വപ്നത്തിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? മായയുണ്ട്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കണം. തമേവ ശരണം ഗച്ഛ. ആ ഭഗവാനെ ശരണം പ്രാപിക്കണം. ആ ഭഗവാന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കൂ. എങ്ങനെ? മായയെ മാറ്റി നിർത്തിയിട്ട്. മായയെ മാറ്റി നിർത്തണോ? ഭഗവാൻ വേണം.